Hello, good afternoon. Forlingo Academy പ്രസന്റ് ചെയ്യുന്ന ഈ വർഷം നടന്നിട്ടുള്ള കേട്ടറ്റ് എക്സാമിൻ്റെ കാറ്റഗറി 4 പാർട്ട് 2 ഇംഗ്ലീഷിൻ്റെ കീസാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലൂടെ പോവാം. ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ കാറ്റഗറി 4 പാർട്ട് 2 ഇംഗ്ലീഷ് തുടങ്ങുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിലൊക്കെ മിക്കവാറും നമ്മൾ കാണുന്ന പാസേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് പാസേജ് വായിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന 7 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. 7 ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ മിക്കവാറും ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദ വൺസ് ഗിവൻ. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആൻസർ ആയിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പാസേജ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വളരെ സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഐഡിയാസുകൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഇത് ആനിമൽ കിങ്ഡത്തെയാണ് എക്സ്പ്ലിക്കേറ്റ് ചെയ്യുന്നത്. ജീവി വർഗത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നുണ്ട്, അതിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നുണ്ട്, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അത് കൺസേർവ് ചെയ്യേണ്ട ആവശ്യം, അതിനെ പരിരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പാസേജ് അവസാനിക്കുന്നത്. അവരുടെ ജീവസന്ധാരണം, ജീവിത രീതി, അവരുടെ സർവൈവൽ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പാസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം പാസേജ് വായിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, പക്ഷെ അത് ശ്രദ്ധാപൂർവമുള്ള നമ്മുടെ വായന ചിലപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ നമ്മൾ ഏബിൾ ആക്കും. വി ക്യാൻ ഗോ ത്രൂ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക് ടേൺ മെൻഷൻ ഇൻ പാസേജ് ഈസ് എ പോളാർ ബെയർ, എ ഡെസേർട്ട് ആനിമൽ, എ കൈൻഡ് ഓഫ് ബേർഡ്, എ ഹേർഡ് ഓഫ് എലിഫന്റ്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന്റെ മീനിങ് ഇതാണ്. ആർട്ടിക് ടേൺ എന്ന ഈ പാസേജിൽ മെൻഷൻ ചെയ്ത സംഗതി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് എ പോളാർ ബെയർ, അതൊരു പോളാർ കരടി ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എ ഡെസേർട്ട് ആനിമൽ, മരുഭൂമിയിൽ കാണുന്ന മൃഗമാണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എ കൈൻഡ് ഓഫ് എ ബേർഡ്, ഒരു പക്ഷിയുടെ ഒരു വർഗമാണ്, ഒരു തരം പക്ഷിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എ ഹേർഡ് ഓഫ് എലിഫന്റ്, ഒരു ആനക്കൂട്ടമാണോ ചോദിക്കുന്നത്. ആൻസർ എ കൈൻഡ് ഓഫ് ബേർഡ് ആണ്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഈ ആർട്ടിക് ടേൺ എന്നുള്ളത് ഒരു ബേർഡ് വർഗമാണ്, ഒരു പക്ഷി വർഗമാണ്, അല്ലെങ്കിൽ പക്ഷിയിൽപ്പെട്ട ഒരു ഇനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പാസേജിനെ ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു ആനിമൽസ് ലൈക്ക് വോൾവ്സ് ആൻഡ് എലഫന്റ്സ് ലീവ് ഇൻ ഗ്രൂപ്പ്? അതായത് ആനകളെ പോലെയും അതുപോലെ തന്നെ ചെന്നായ്ക്കളെയും പോലെയുള്ള ജീവികൾ എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് വൈസ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ജീവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. To find food, to protect each other from the predators, to raise their young, all of the above. ഒന്ന് ഭക്ഷണം കണ്ടെത്താനാണ് ഓപ്ഷൻ എ. ബി പ്രൊട്ടക്ട് ഈച്ച് അതർ ഫ്രം പ്രിഡേറ്റേഴ്സ്, ഇരപിടിയന്മാരിൽ നിന്നും ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനാണ്. എന്ന് വെച്ചാൽ ഒരാള് ഇരപിടിയന്മാരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്താൻ പറ്റും. അതായത് ഒരു പരസ്പരമുള്ള ഒരു മ്യൂച്വൽ കോപ്പറേഷൻ ആണ് അവിടെ കാണാൻ പറ്റുക. ഒരു മ്യൂച്വൽ കോപ്പറേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്, ഇരപിടിയന്മാരിൽ നിന്നും തന്താങ്ങളെ രക്ഷിക്കാനുള്ള. മറ്റൊന്ന് ടു റേസ് ദ യങ്, അവരുടെ കുട്ടികളെ വളർത്താനാണോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 ഓപ്ഷനും ആണോ എന്ന് ചോദിക്കുന്നത്. ഇതിന് ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. നിങ്ങൾക്ക് ഈ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ പാസേജിന്റെ ഒരു ഭാഗത്ത് അത് കാണിക്കുന്നുണ്ട്. ഇതാ ഈ ഭാഗത്ത്. മെനി സ്പീഷീസ് സച്ച് ആസ് wolves ആൻഡ് elephants live in groups called packs or herds. These social structures help them find food, protect each other ഫ്രം പ്രീഡേറ്റേഴ്സ് ആൻഡ് റേസ് ദേ യങ്. ഈ തന്നിരിക്കുന്ന 3 ഓപ്ഷനും എ ബി സിയിലുള്ള 3 ആൻസേഴ്സും നമുക്ക് ഈ പാസേജിൽ ഈ ഭാഗത്ത് കാണാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി എബവ്. തേർഡ് ക്വസ്റ്റ്യൻ. വൈ ആർ കോൺസർവേഷൻ എഫേർട്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ കൺസർവേഷൻ എഫേർട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് പരിരക്ഷിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ആനിമൽ കിങ്ഡത്തെയും അതുമായിട്ട് സറൗണ്ടിങ് ആയിട്ടുള്ള സ്പേസസിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഇവിടെയുണ്ട്. ആ പാസേജ് അവസാനിക്കുന്ന
ലാസ്റ്റ് പാരഗ്രാഫിലാണ് അതിന്റെ ആൻസർ ഉള്ളത്. ഫോർ ഓപ്ഷൻ എ, ഫോർ പ്രൊട്ടക്ടിങ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺസർവേഷൻ ആവശ്യമുള്ളത്. ഫോർ പ്രിസർവിങ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഫോർ പ്രിവെന്റിങ് ഹാബിച്വൽ ഡിസ്ട്രക്ഷൻ, അതായത് ഓരോ ജീവിവർഗവും അവരുടെ വാസസ്ഥലത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഡിസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വാസസ്ഥലം നശിക്കപ്പെടുക അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിൽ നിന്നും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ്. ഇതിലെല്ലാം വരുന്നുണ്ട്. വി ക്യാൻ ഗോ ത്രൂ ദ 34th ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധാപൂർവമുള്ള വായനയാണ് ആവശ്യം. ഇതിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ടാവും. ഏറിയാലും ഒരു 3-4 പാസേജ് ഈ തന്നിട്ടുള്ളൂ. അത് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ, കെയർഫുൾ ആയിട്ട് അതിലൂടെ കടന്നു പോയാൽ തന്നെ ആൻസേഴ്സ് അവിടെ ഉണ്ടാവും. മറ്റ് ഇതിനെ ഈ കാറ്റഗറി 4 നമ്മൾ കാണുന്ന വേറെ ക്വസ്റ്റ്യൻസിനെ പോലെയല്ല. ഇതിൽ നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് തന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു പാസേജ് തന്ന് പിന്നീട് ചോദ്യം ചോദിക്കുന്ന മോഡിനുള്ളത്. ഓക്കെ. The thick fur and a layer of fat, 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The thick fur and a layer of fat of polar bears help them too. അതായത് പോളാർ കരടിക്ക് എന്ന് വെച്ചാൽ ധ്രുവ കരടികൾക്ക് ഈ കൊഴുപ്പ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കട്ടിയുള്ള രോമം ഉണ്ടാവുന്നതും അവരെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, എക്സ്ഹിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ബിഹേവിയർ, പലതരം സ്വഭാവ ഗുണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഇന്ററാക്ട് വിത്ത് അതർ ആനിമൽസ്, മറ്റ് ജീവികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ്, ഇടപഴകാനാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി, കീപ് ദം വാം ഇൻ ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സ്, ഭയങ്കരമായിട്ടുള്ള തണുപ്പില് അവരുടെ ശരീരോഷ്മാവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഉള്ളിൽ ഒരു ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി, പ്രൊട്ടക്ട് ദം പ്രിഡേറ്റേഴ്സ്, ഇരപിടിയന്മാരിൽ നിന്നും അവരെ സംരക്ഷിക്കാനാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. അവരുടെ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ അവരെ വാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിയുള്ള രോമവും അതേപോലെ തന്നെ അവരുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും ഒക്കെ. Then we can move to the next question. Question number 35. Animals use sounds, body language and sense for. ഈ പാസേജിലൂടെ കടന്നു പോയാലും മനസ്സിലാവും ആനിമൽസ് എന്തുകൊണ്ട് ശബ്ദവും അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള ലാംഗ്വേജും അതുപോലെ തന്നെ മണവും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ബി മൈഗ്രേഷൻ, ഓപ്ഷൻ സി പ്രിഡേഷൻ, ഓപ്ഷൻ ഡി അഡാപ്റ്റേഷൻ. ഇവിടെ ചോദിച്ച ചോദ്യം, ആനിമൽസ് യൂസ് സൗണ്ട്സ്, ബോഡി ലാംഗ്വേജ് ആൻഡ് സെൻസ് ഫോർ. എന്തിനാണ് മൃഗങ്ങൾ ശബ്ദവും അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ മണവും ഉപയോഗിക്കുന്നതെന്നാണ്. സെന്റ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. പലതരം മണങ്ങൾ, പലതരത്തിലായിരിക്കും ജീവികൾ പ്രതികരിക്കുക. അവരുടെ സൃഷ്ടിപ്പ് തന്നെ പല രൂപത്തിലായിരിക്കും. അത് ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കാം, ചിലത് മൈഗ്രേറ്റ് ചെയ്യാനായിരിക്കാം, പ്രിഡേഷൻ ആയിരിക്കാം, അഡാപ്റ്റേഷൻ ആയിരിക്കാം. ഇവിടെ ഇതിന്റെ ആൻസർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. ഇപ്പൊ ഉറുമ്പുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഫിറമോണുകൾ എന്ന് പറയും. ക്ലിയർ. ചില ഹോർമോണുകളാണ് ചില ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ചില ജീവികൾക്ക് ഈ അവരുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും, ചില ജീവികൾക്ക് സൗണ്ടുകളായിരിക്കും, ചില കുട്ടികൾക്ക് മണം മതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. He is very much interested dash learning new languages. ഇവിടെ ഉപയോഗിക്കേണ്ടത് പ്രപ്പോസിഷൻ ആണ്. ഇതിൽ ഏത് പ്രപ്പോസിഷൻ ആണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഇതിന്റെ മീനിങ്, ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് എന്നാണ്. പുതിയ ഭാഷകൾ പഠിക്കാൻ അവന് വല്ലാത്ത താല്പര്യമുണ്ട് എന്നാണ്. അപ്പം ഓപ്ഷൻ എ ഇൻ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ഫോർ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഇൻ ആണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻ. കാരണം നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലോ തന്നെ, ഇപ്പൊ നന്നായിട്ട് വായനയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരങ്ങൾ കേൾക്കുന്ന ആളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇത് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. ഹി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് ആണ്. അതാണ് അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അറ്റൊരിക്കലും നമ്മളത് പറയില്ല. ഓണും ഫോറും ഒക്കെ അതിൻ്റെതായിട്ടുള്ള യൂസേജുകളുണ്ട്. വി ക്യാൻ ഗോ ത്രൂ ദ 37th ക്വസ്റ്റ്യൻ. ചോദ്യം ഇതായിരുന്നു, ദ ന്യൂ ടീച്ചർ ഈസ് വെരി ഗുഡ് ഡാഷ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ്.
പലതരം പ്രായമുള്ള കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യാൻ ടീച്ചർക്ക് നല്ല കഴിവുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ അതിൽ പെർഫെക്റ്റ് ആണ് എന്നാണ് ചോദ്യത്തിന്റെ ഒരു ഏകദേശം മീനിങ്. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി അറ്റ്, ഓപ്ഷൻ സി ഫോർ, ഓപ്ഷൻ ഡി അബൌട്ട്. ദ ആൻസർ ഈസ് ദ പ്രപ്പോസിഷൻ അറ്റ് ആണ്. ഇവിടെ ബി ആയിട്ടുള്ള അറ്റ് ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. The new teacher is very good at dealing with children of all ages. ഇത് ഫ്ലോ ആണ് ഏറെക്കുറെ നമുക്ക് ഈ ആൻസർ കണ്ടെത്തി തരുന്നത്. നിരന്തരമായിട്ടുള്ള വായന ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് പ്രപ്പോസിഷൻ ഏതാണെന്ന് ചിന്തിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ദെൻ 38. ഇവിടെ നിങ്ങൾക്ക് ഇതല്ലാതെ ഈ പ്രപ്പോസിഷൻ കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഓപ്ഷനിലെ പ്രപ്പോസിഷൻ ഇവിടെ വച്ച് നോക്കിയാലും മതി. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഇത് ഈ ഫ്ലോയിലല്ല വരുന്നത് എന്നുള്ളത്. ക്ലിയർ? വായന ആവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കാറ്റഗറിയിലെ പാർട്ട് 2 ഇംഗ്ലീഷ് നല്ല സ്കോറോടുകൂടി പാസ്സാവും. 38th question. What a pity the building's lift has dash again എന്നാണ്. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട ഫ്രേസൽ വേർബ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊരു കഷ്ടമാണ്, ബിൽഡിങ്ങിന്റെ ലിഫ്റ്റ് വീണ്ടും തകരാറിലായി എന്നാണ് പറഞ്ഞത്. എഗെയിൻ, തകരാറിലായി. അപ്പൊ തകരാറിലായി അല്ലെങ്കിൽ സ്റ്റോപ്ഡ് ഫങ്ഷനിങ് എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ ബ്രോക്കൺ ഡൗൺ, ഓപ്ഷൻ ബി ബ്രോക്കൺ അപ്പ്, ഓപ്ഷൻ സി ബ്രോക്കൺ ഇൻ, ഓപ്ഷൻ ഡി ബ്രോക്കൺ ഔട്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ സ്റ്റോപ്ഡ് ഫങ്ഷനിങ് എന്നുള്ള മീനിങ് വരുന്ന ഓപ്ഷൻ എ ആണ്, ബ്രോക്കൺ ഡൗൺ ആണ്. മറ്റുള്ള ഫ്രേസൽ വേർബിനൊക്കെ ഈ മീനിങ് അല്ലാത്ത മറ്റു തരത്തിലുള്ള മീനിങ്സ് ആണ് ഉള്ളത്. ബ്രോക്കൺ അപ്പ് എന്നുള്ളത് സെപ്പറേറ്റ് ഇൻ ടു ഡിഫറെന്റ് പീസസ് എന്നാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ബ്രോക്കൺ ഇൻ എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രോക്കൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഓരോ ഫ്രേസൽ വേർബിന്റെയും മീനിങ് ആയിട്ട് വരുന്നത്. അതിന്റെ കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വേർബ് ബ്രോക്കൺ ഡൗൺ ആണ്. ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞാൽ തകരാറിലാവുക, പ്രവർത്തനരഹിതമാവുക എന്നുള്ള മീനിങ് ആണ്. 39th question. They didn't sign the document dash all the offers and pressure. അപ്പം അൾട്ടിമേറ്റ്ലി കേട്ടിട്ട് ഇംഗ്ലീഷ് പേപ്പർ നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ മീനിങ് വളരെ വൃത്തിയായിട്ട് മനസ്സിലായിരിക്കണം. ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായാൽ തന്നെ അതിന്റെ ആൻസറിലേക്കുള്ള നമ്മുടെ പോക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ ആൻസർ നമ്മൾ ഇങ്ങനെ ഈ കറക്കി കുത്തുന്നതിലുള്ള അപകടമാണ് പലപ്പോഴും കേട്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് പാസ്സാവാൻ പറ്റാത്തത്, പ്രത്യേകിച്ച് പാർട്ട് 2 ഇംഗ്ലീഷിൽ. അപ്പോൾ ഇവിടെ ദേ ഡിഡ്ന്റ് സൈൻ ദ ഡോക്യുമെന്റ്, അവർ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ഡാഷ് ഓൾ ദ ഓഫേഴ്സ് ആൻഡ് പ്രഷർ, ഒരുപാട് സമ്മർദ്ദവും ഒരുപാട് ഓഫേഴ്സും കിട്ടിയിട്ടും അവർ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആയിരുന്നിട്ടും എന്നുള്ള ഒരു കൺജക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ ഒരു വാക്കായിരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻ എ ഇൻ കേസ്, ഓപ്ഷൻ ബി അൺടിൽ, ഓപ്ഷൻ സി ഡെസ്പൈറ്റ്, ഓപ്ഷൻ ഡി അൺലെസ്. ദ ആൻസർ ഈസ് ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നിട്ടും എന്നാണ്. ഒരുപാട് പ്രഷറും ഓഫേഴ്സും കിട്ടിയിരുന്നിട്ടും ഡോക്യുമെന്റ് അവർ സൈൻ ചെയ്തില്ല എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇത് പ്യുവർ ലോജിക്കലാണ്, ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40th question, 40ാമത്തത്. സെവറൽ MNCs ആർ റെഡി ടു ഡാഷ് എനി എമൗണ്ട് ഓഫ് റുപ്പീസ് ഇൻ ദ ന്യൂ പ്രോജക്ട്. MNCs എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്നാണ്. ചില മൾട്ടിനാഷണൽ കമ്പനീസുകൾ പുതിയ പ്രോജക്റ്റിൽ എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ മീനിങ് വരേണ്ടത്. കാരണം നിങ്ങൾക്ക് ഈ ഡാഷ് എന്നുള്ള ഭാഗത്ത് ഇൻവെസ്റ്റ് എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വേർബാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അതിന്റെ മീനിങ് ഇവിടെ കടന്നു പോയാൽ അറിയാം, അവിടെ നിക്ഷേപിക്കുക എന്നുള്ള വാക്കാണ് കിട്ടേണ്ടത്. ഓപ്ഷൻ എ പുട്ട് ഓൺ, ഓപ്ഷൻ ബി പുട്ട് ഓഫ്, ഓപ്ഷൻ സി പുട്ട് എവേ, ഓപ്ഷൻ ഡി പുട്ട് ഇൻ. അവിടെ പുട്ട് ഓൺ എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഫ്രേസൽ വേർബാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നുള്ള മീനിങ് ആണ്, ധരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്, എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ കരുതി വെക്കുക, സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഫ്രേസൽ വേർബിനുള്ളത്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാലാണ് കറക്റ്റ് മീനിങ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്, ഇൻവെസ്റ്റ് ചെയ്യുക, നിക്ഷേപിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഡി. 41th question, 41ാമത്തത്. The committee have made their decision. Spot the error in this sentence. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്,
ആ സെന്റൻസിലെ എറർ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ കമ്മിറ്റി ഹാവ് മെയ്ഡ് ദ ഡിസിഷൻ. വായിച്ചാൽ തന്നെ അറിയാം ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, പ്രത്യേകിച്ച് ഒരു വേർഡിന്. ഓക്കെ, ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ദ കമ്മിറ്റി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ദ കമ്മിറ്റി, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി മെയ്ഡ്, ഓപ്ഷൻ ഡി ഡെസിഷൻ. ഇവിടെ ആൻസർ ഹാവ് ആണ്. കാരണം കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലാർ നൗൺ ആണ്. സിംഗുലാർ നൗണിന് ഒരു സിംഗുലാർ വേർബ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് ഫ്രേസൽ വേർബ് ആയിട്ടുള്ള ഹാവ്. ഓക്കെ, ദ കമ്മിറ്റി ഹാവ് എന്നുള്ളതിന് പകരം ദ കമ്മിറ്റി ഹാസ് മെയ്ഡ് ദ ഡിസിഷൻ എന്നാണ് വരേണ്ടത്. സോ ഹാവ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അതാണ് തെറ്റായ വേർഡ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 42. ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ വാർണിംഗ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് വായിക്കുക. ഇതിൽ വാർണിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്ന, വാർണിങ്ങിനെ കുറിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇത് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഇറ്റ്സ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓപ്ഷൻ ബി ഇറ്റ്സ് എ ഡോഗ്സ് ഡേ ടുഡേ. ഓപ്ഷൻ സി ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ഓപ്ഷൻ ഡി ബിവെയർ ഓഫ് സ്ട്രേ ഡോഗ്സ്. ഇവിടെ ആൻസർ വരുന്നത് ബിവെയർ ഓഫ് സ്ട്രേ ഡോഗ്സ് ആണ്. കാരണം ഇതിലൊരു വാർണിങ്ങിന്റെ ഒരു ടോൺ ഉണ്ട്. നമ്മളെ ഇങ്ങനെ വാൺ ചെയ്യിക്കുന്ന ഒരു മുന്നറിയിപ്പ് തരുന്ന ടോണ് ഈ ഓപ്ഷൻ ഡിയിലാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹെവി റെയിനിങ് എന്നാണ്. ശക്തിയായി മഴ പെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോഗ്സ് ഡേ ടുഡേ, ഇറ്റ്സ് എ ഹോട്ട് ഡേ, ഇറ്റ്സ് എ ഹോട്ട് സമ്മേഴ്സ് ഡേ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഇറ്റ്സ് എ ഡോഗ്സ് ഡേ ടുഡേ, ചൂടുള്ള ദിവസം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് നമ്മളൊക്കെ മലയാളത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, കുരയ്ക്കും പട്ടി കടിക്കില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അതിനാണ് ഒരു വാർണിംഗിന്റെ ഒരു ചുവയുള്ളത്. ദെൻ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 43. All the issues should be sorted out. This can be rewritten as. നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് അത് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് മാറ്റി എഴുതാൻ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും ഇങ്ങനെ വളരെ ആപ്റ്റ് ആയിട്ട് അത് മാറ്റി വൃത്തിക്ക് എഴുതിയിട്ടുള്ള സെന്റൻസ് എന്നാണ് ചോദിക്കുന്നത്. ഓൾ ഇഷ്യൂസ് ഷുഡ് ബി സോർട്ടഡ് ഔട്ട്. എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം, അത് പരിഹരിച്ചിരിക്കണം എന്നുള്ളത് മീനിങ് ആണ്. അതിൻ്റെതായ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് വൃത്തിയായിട്ട് പരിഹരിച്ചിരിക്കണം. ഓപ്ഷൻ എ യു ഹാവ് സോർട്ടഡ് ഔട്ട് ഓൾ ദ ഇഷ്യൂസ്. You should be sort out all the issues. You should sort out all the issues. Option D, you should have sorted out all the issues. ഇവിടെ ആൻസർ വരുന്നത് you should sort out all the issues എന്നാണ്. കാരണം തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഷുഡ് ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിയും സിയും ഡിയും ആണ്. അതിൽ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത്, കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ യു ഷുഡ് സോർട്ട് ഔട്ട് ഓൾ ദ ഇഷ്യൂസ് എന്നാണ്. എന്തുകൊണ്ട് ഇത് രണ്ടും ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യു ഷുഡ് ഹാവ് സോർട്ടഡ് ഔട്ട് ഓൾ ദ ഇഷ്യൂസ്, നീ എല്ലാ ഇഷ്യൂസും സോർട്ട് ഔട്ട് ചെയ്യണമായിരുന്നു എന്നാണ്. ആ മീനിങ് അല്ല ഇവിടെ ഉള്ളത്. എല്ലാ ഇഷ്യൂസും സോർട്ട് ഔട്ട് ചെയ്യണം എന്നാണ്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞുപോയ കാലത്തിന് സൂചിപ്പിക്കുകയാണ്. ചെയ്താൽ നന്നാവുമായിരുന്നു എന്നുള്ളൊരു ടോണാണ് ഇതിനുള്ളത്. ക്ലിയർ? ഒരു തരം അഡ്വൈസിന്റെ ടോൺ അതിനുണ്ട്. യു ഷുഡ് ബി സോർട്ട് ഔട്ട് ഓൾ ദ ഇഷ്യൂസ്, യു ഷുഡ് ബി സോർട്ടഡ് ഔട്ട് ഓൾ ദ ഇഷ്യൂസ് എന്നാണ് വരേണ്ടത്. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് എന്ത് ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 43. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 44. 54ാമത്തെ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. ലൊക്കേറ്റ് ദ ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ സെന്റൻസ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള, ഗ്രാമർ കറക്റ്റ് ഫോളോ ചെയ്ത് വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, they have completed the task 2 weeks ago. They completed the task 2 weeks ago. They had completed the task 2 weeks ago. They are completed the task 2 weeks ago. ഇവിടെ ഓപ്ഷൻ ഡി നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഇത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇത് ഏറെക്കുറെ നമുക്ക് വ്യക്തമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത
സംഗതിയാണ്. ബാക്കിയുള്ളതിലാണ് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത്. അതിൽ ഓപ്ഷൻ എ, ദേ ഹാവ് കംപ്ലീറ്റഡ് ദ ടാസ്ക് 2 weeks ago. 2 ആഴ്ച മുമ്പ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത്. സോ ദേ കംപ്ലീറ്റഡ് ദ ടാസ്ക് 2 weeks ago. അത് പാസ്റ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ദേ കംപ്ലീറ്റഡ് ദ ടാസ്ക് 2 weeks ago. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് ഉപയോഗിച്ചു. ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ ടാസ്ക് 2 weeks ago. 2 ആഴ്ച മുമ്പ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ആൻസർ വരിക ബി ആണ്. ദേ കംപ്ലീറ്റഡ് ദ ടാസ്ക് 2 weeks ago. കാരണം നമ്മൾ ഏറെക്കുറെ 2 ആഴ്ച മുമ്പ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് 2 ആഴ്ച മുമ്പ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ലോജിക്കലി ആൻഡ് ഒരു സ്മൂത്ത്നെസ് ഉള്ള ഒരു ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45. Regular physical exercise keeps us fit. ഡാഷ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡസ് ഇറ്റ്, ഓപ്ഷൻ ബി ഡസൻറ്റ് ഇറ്റ്, ഓപ്ഷൻ സി ഡോണ്ട് ബി, ഓപ്ഷൻ ഡി ഷുഡ് ഇറ്റ്. ഇതിൽ ആൻസർ വരിക ഡസൻറ്റ് ഇറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് ഓപ്ഷൻ ബി ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 റൂളുകളുണ്ട്. ഒന്ന്, തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലിയറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്സിലിയറി വെർബുകൾ നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ളത് അവിടെ സാധാരണ റെഗുലർ വെർബുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. റെഗുലർ വെർബ് കൊടുത്തിട്ടുണ്ട്, കീപ്സ്. ഇതൊരു ക്രിയയാണ്. കീപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ് പ്ലസ് കീപ്പ് ആണ് കീപ്സ് എന്ന് പറയുന്നത്. അപ്പം ഡസിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഡസ് ഓൾറെഡി ഒരു ഓക്സിലിയറി വെർബാണ്. ഡു, ഡസ്, ഡിഡ് ഒക്കെ ഓക്സിലിയറി വെർബുകളാണ്. ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പം ഈ കീപ്സ് എന്നുള്ളതിൽ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഡസ് പ്ലസ് കീപ്പ് ആയി. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കുക. ഇത് പോസിറ്റീവ് ആണ്, അപ്പം ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പം ഡസിന്റ് എഴുതണം. പിന്നീട് നമ്മൾ മൂന്നാമത്തെ റൂള് എന്താണ് സബ്ജക്റ്റ് അതിനെ മെൻഷൻ ചെയ്യണം. അപ്പം ഡസിന്റ് ഇറ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇറ്റ് വരാൻ കാരണം ഈ എക്സസൈസിനെയാണ് ഇറ്റ് കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് പ്യുവർ ലോജിക്കൽ. 46. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് എ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എറർ. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, ഒരു സംഗതിയാണ്. അപ്പം അതിൽ മിസ്റ്റേക്ക് വരിക എന്ന് പറയുന്നത് എൻ്റെയർ നിങ്ങളുടെ സിൻടാക്ടിക്കൽ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കും. ഒരു ഗ്രാമാറ്റിക്കൽ എറർ പൊതുവായിട്ട് ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന ഒരു രൂപം എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വരുന്നതാണ്. സോ ഇതിൽ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എറർ ഉള്ള സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ ടീം ആർ വിന്നിംഗ് ദ ഗെയിം. ബി, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിയിങ് ഹാർഡ്. ഓപ്ഷൻ സി, ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഹാസ് എ യൂണിഫോം. ഓപ്ഷൻ ഡി, neither of the answer is correct. ഇവിടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഈ 3 ആൻസറും കറക്റ്റ് അല്ല എന്നല്ല കേട്ടോ. ഇതിലും സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എറർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നതാണ്. അല്ലാതെ ഇത് 3ലും ആൻസർ ഇല്ല എന്നല്ല ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയും ചിന്തിക്കാം. സോ ദ ടീം ആർ വിന്നിംഗ് ദ ഗെയിം ആണ് ഇതിന്റെ ആൻസർ. ഇത് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് തെറ്റായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. കാരണം ടീം എന്ന് പറയുന്നത് ഒരു സിംഗുലാർ നൗൺ ആണ്. ഒരു കളക്റ്റീവ് നൗൺ ആണെങ്കിൽ കൂടിയിട്ടും അതൊരു സിംഗുലാർ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദ ടീം ഈസ് വിന്നിംഗ് ദ ഗെയിം എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ ആർ എന്നല്ല. ക്ലിയർ? ബാക്കിയുള്ളതെല്ലാം സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47. ടെക്നോളജി ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ടീച്ചിങ് എഫക്റ്റീവ്ലി ബൈ. നമ്മുടെ ടീച്ചിങ്ങിൽ ടെക്നോളജിയെ എങ്ങനെ ഉൾക്കടത്തണം വളരെ എഫക്റ്റീവ് ആയിട്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ICT ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ടീച്ചിങ്ങിൽ. അത് ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്? ഓക്കെ. എ, റീപ്ലേസിങ് ഓൾ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. പരമ്പരാഗതമായിട്ടുള്ള എല്ലാ പഠന രീതികളെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെക്നോളജി ടീച്ചിങ്ങിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഉൾക്കടത്തുക എന്നാണ്. അതുമായിട്ട് സമഗ്രമായിട്ട് ചേർക്കുക എന്നതാണ്. ബി, യൂസിങ് ഇറ്റ് ടു സപ്ലിമെന്റ് ആൻഡ് എൻഹാൻസ് ടീച്ചിങ്.
അതായത് ടീച്ചിങ്ങിന് ഒരു അഡീഷൻ ആയിട്ടും അതുപോലെ തന്നെ ടീച്ചിങ്ങിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാനുമായിട്ട് നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ബി ഓപ്ഷനിൽ പറയുന്നത്. സി ഫോക്കസിങ് സോൾലി ഓൺ ഓൺലൈൻ റിസോഴ്സസിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജി ടീച്ചിങ്ങിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആണ്. ഡി യൂസിങ് ഓൺലി ഫോർ അസസിങ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ടെക്നോളജി ശരിക്കും ടീച്ചിങ്ങിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എഫക്റ്റീവായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ അത് യൂസിങ് ഇറ്റ് ടു സപ്ലിമെന്റ് ആൻഡ് എൻഹാൻസ് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിനെ ഒന്നുകൂടി മൂല്യം വർദ്ധിപ്പിക്കാനും അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ ടെക്നോളജി ടീച്ചിങ്ങിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. സപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക, ടീച്ചിങ്ങിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുക എന്നുള്ള അർത്ഥമാണ് അത് ഉള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 48. The new app dash support the latest model. അവിടെ ഏത് വേർഡാണ് അവിടെ ആപ്റ്റ് ആയിട്ട് വേണ്ടത് എന്നാണ് ഇവിടെ ചോദ്യം. പ്രത്യേകിച്ച് ദ ന്യൂ ആപ്പ് ഡാഷ് സപ്പോർട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ. പുതിയ മോഡലിനെ ഈ പുതിയ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കാരണം ഇവിടെ എല്ലാത്തിലും നെഗറ്റീവാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ഡോണ്ട്, ഓപ്ഷൻ ബി ഡസൻ, ഓപ്ഷൻ സി ഹാസൻ, ഓപ്ഷൻ ഡി വുഡൻ. ഇവിടെ ആൻസർ ഡസന്റ് ആണ് ഇവിടെ. കാരണം ന്യൂ ആപ്പ് എന്നുള്ളത് ഒരു സിംഗുലർ നൗൺ ആണ്. ഇപ്പം ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ, വി ആർ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ വേർബ് നമ്മൾ പ്ലൂറൽ ആക്കണം എന്നുള്ള നിയമം ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ? അപ്പം ഇവിടെ ദ ന്യൂ ആപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ്, ഒരു സിംഗുലർ സ്ട്രക്ചറുള്ള ഒരു നാമമാണിത്, ഒരു ന്യൂ ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർബ് ഡസന്റ് ആണ് വരുന്നത്. 48. ഇനി നമുക്ക് 49th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ്ലി പങ്ക്ച്വേറ്റഡ് സെന്റൻസ്. കറക്റ്റ് പങ്ക്ച്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it? ഓപ്ഷൻ ബി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it? ഓപ്ഷൻ സി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, അവിടെ ഒരു കോമ ഉപയോഗിച്ചിട്ടുണ്ട്, isn't it? ഓപ്ഷൻ ഡി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it? ഇതില് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഒറ്റ ഫസ്റ്റ് ഗ്ലാൻസിൽ നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it? ഇവിടെ ഇറ്റ്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് മൈ ബാഗ് എന്ന് പറയുമ്പോൾ അതെന്റെ ബാഗാണെന്നാണ്. ഇറ്റ്സ് എ റെയിനിങ് ഡേ എന്ന് പറയുമ്പോൾ ഇന്ന് മഴയുള്ള ദിവസമാണ് എന്നാണ്. ഇവിടെ ഇറ്റ്സ് എന്ന് പറയുമ്പം എന്റെ എന്നുള്ളൊരു മീനിങ് വരും. ഇറ്റ്സ് മൈൻ. അവിടെ ഇറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം അല്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്. അപ്പൊ ഇവിടെ വരേണ്ടത് പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു നല്ല കാലാവസ്ഥയുള്ള ഒരു ദിവസമാണ് പുറത്തുള്ളത്, അങ്ങനെ തന്നെ അല്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it എന്നാണ് അതിന്റെ കറക്റ്റ് ഫോം. അപ്പൊ ഇതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഇറ്റ്സിന് ശേഷം ഒരു നമ്മൾ അപ്പോസ്ട്രഫി കൊടുത്താൽ അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇതും തെറ്റാണ്. ഇറ്റ്സ് എന്നുള്ളത് ഇറ്റ് ഈസിന് ഈക്വൽ അല്ല. അപ്പം ഇറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി വന്ന് ഒരു എസ് വരുന്നതാണ് കറക്റ്റ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്, isn't it? So option C is the correct answer. Question number 50. Which of the following words has diphthong sound than the others? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡിപ്തോങ് സൗണ്ട് ഉള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോഗ്, ഓപ്ഷൻ ബി ലോഗ്, ഓപ്ഷൻ സി ഷോർട്ട്, ഓപ്ഷൻ ഡി പോസ്റ്റ്. ഇതിന്റെ ആൻസറിലൂടെ ഞാൻ കടന്നുപോയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിൽ തന്നിരിക്കുന്നതിലൊന്നും വളരെ ആക്യുറേറ്റ് ആയിട്ട് ഡിപ്തോങ് സൗണ്ട് ഉള്ള വേർഡുകൾ ഇല്ല. പിന്നെയും കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോഗാണ്. ഡോഗ്. ഇപ്പൊ ഡിപ്തോങ് സൗണ്ടുകൾ നിങ്ങൾ പഠിച്ചാൽ അറിയാം. ഡോഗ് എന്നുള്ളത് ഏറെക്കുറെ ഇതിലൊരു ഡിപ്തോങ് സൗണ്ട് ഉണ്ട്, ബാക്കിയുള്ളതിലൊന്നും ഇല്ല. ലോഗ്, ഓ. ഷോർട്ട്, പോസ്റ്റ്, ഓ എന്നുള്ള സൗണ്ടാണ്. ഡിപ്തോങ് സൗണ്ടിലൂടെ കടന്നു പോയാലോ, ഡിപ്തോങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പ്രിസൈസ്ലി ഇതിന്റെ ആൻസർ വരുന്നത് ഡോഗ് ആണ്, ഇഫ് മൈ നോളജ് ഈസ് കറക്റ്റ്.
Pick out the correctly spelt word. Pick out the correctly spelt word from among the following. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ചു. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്കുകൾ. ഓപ്ഷൻ എ അറ്റൻഡാൻസ്, തെറ്റാണ്. കാരണം അറ്റൻഡാൻസ് എന്നാണ്, DANCE ആണ് വരിക, ഇത് തെറ്റാണ്. ബി റെക്കമെൻഡേഷൻ, ഇവിടെ 2 M വരും, റെക്കമെൻഡേഷൻ. മില്യനെയർ, മില്യനെയർ എന്ന് വരും, മില്യൺഡ്രേ എന്നാണ് എഴുതിയിട്ടുള്ളൂ, മില്യനെയർ AI കൂടി അവിടെ വരേണ്ട ആവശ്യമുണ്ട്. ദെൻ ഓപ്ഷൻ ഡി അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് കറക്റ്റ് ആണ്, കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ് ഇവിടെ അനൗൺസ്മെന്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് 51ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അനൗൺസ്മെന്റ് എന്ന വാക്കിൽ കറക്റ്റ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ളതിലെല്ലാം ചെറിയ ചെറിയ തിരുത്തലുകൾ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 52. Everyone wants to live a peaceful life. ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഡു ദേ, ഓപ്ഷൻ എ ഡോണ്ട് ദേ, ഓപ്ഷൻ സി ആർ ദേ, ഓപ്ഷൻ ഡി ആറിൻ ദേ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിന് ഞാൻ 3 റൂളുകൾ മുമ്പ് പറഞ്ഞിരുന്നു. തന്നിരിക്കുന്ന സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ആക്കാനുള്ള സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ റെഗുലർ വെർബുകൾ ഉണ്ടോ നോക്കണം. എന്നിട്ട് അതിനെ പിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ഡൂം ഡസും ഡിഡും ആയിട്ട് അതിനെ മാറ്റണം, അതിന് അക്കോർഡിംഗ്ലി. അതിനുശേഷം സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അതിനുശേഷം അതിന്റെ സബ്ജക്റ്റിനെ എടുത്തുക. ഇതാണ് അതിന്റെ സ്റ്റെപ്പുകൾ വരുന്നത്. അത് ഫോളോ ചെയ്ത് നോക്കുമ്പം അവിടെ കറക്റ്റ് വരുന്നത് ഡോൺ ദേ ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ലീവ് എന്നുള്ള റെഗുലർ വെർബാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 53. പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ആ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡാഷ് their own locker. ഓപ്ഷൻ എ each of the student have. ഓപ്ഷൻ ബി each of the students have. ഓപ്ഷൻ സി each of the students has. each of the student has. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് each of the students has ആണ് വരുന്നത്. കാരണം നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ സ്വന്തം ലോക്കർ ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരെ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എന്നാണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞതിന് ശേഷം ഈച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ അതിനെ ഫോളോ ചെയ്യുന്ന നൗണ് പ്ലൂറൽ ആവാം ഇവിടുത്തെ കേസിൽ. അപ്പം ആൻസർ വരിക ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എന്നാണ്. ഇതൊരു പ്യുവർ ലോജിക്കൽ ആണ്. ലോജിക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനെ ഇവിടെ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 54. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് ഇൻ ദിസ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ കറക്റ്റ് ഫോം ഓഫ് വേർബിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് അപ്പോളജൈസ്. നീ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുമായിരുന്നു എന്നുള്ള മീനിങ്, മാപ്പ് പറയുമായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ഐ ആം, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി വേർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇഫ് ഐ വേ യു ഐ വുഡ് അപ്പോളജൈസ്. നീ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 55. വിച്ച് സെന്റൻസ് ഡിനോട്ട്സ് എ ഹാബിച്വൽ ആക്ഷൻ. ഒരു ശീലത്തെ കുറിക്കുന്ന സെന്റൻസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശീലമാണ്, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്നത്. ഓപ്ഷൻ എ ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 every morning. B they are going to the park tomorrow. Option C he was very tired after the ride. Option D I am walking to school today. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 every morning. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്നാണ്. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അവിടെ ബി ആയിരിക്കില്ല. കാരണം എന്താ? ദേ ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമാറോ. നാളെ അവര് പാർക്കിലേക്ക് പോവാണ്. ഹി വാസ് വെരി ടയർഡ് ആഫ്റ്റർ ദ റൈഡ്. ആ റൈഡിന് ശേഷം അവൻ വളരെയധികം ടയർഡ് ആയിരുന്നു, ക്ഷീണിതനായിരുന്നു. ഐ ആം വാക്കിംഗ് ടു സ്കൂൾ ടുഡേ. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കിയുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. അതിൽ കറക്റ്റ് ശീലത്തെ കുറിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. എവരിബഡി സേസ് ദാറ്റ് ദ യങ് ഗേൾ ഡാഷ് ഇറ്റ്സ് ഗ്രാൻഡ് മദർ. അവിടെ
എല്ലാവരും പറയുന്നു ആ യങ് ഗേള് അല്ലെങ്കിൽ ആ പെൺകുട്ടി അവളുടെ ഗ്രാൻഡ് മദറിനെ പോലെ തന്നെയുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറുമായിട്ട് സിമിലാരിറ്റി പങ്കിടുന്നുണ്ട്, അവളെ കാണാൻ ഗ്രാൻഡ് മദറുടെ അതേ ചായ ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ ചായ ഉണ്ട് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാന്ന് ചോദിക്കുന്നത്. ചായ ഉണ്ട്, സാദൃശ്യമുണ്ട് എന്ന് കാണിക്കുന്ന എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഓപ്ഷൻ എ ടേക്സ് ആഫ്റ്റർ, ഓപ്ഷൻ ബി ടേക്സ് അപ്പ്, ഓപ്ഷൻ സി ലുക്സ് ഇൻ ടു, ഓപ്ഷൻ ഡി ലുക്സ് അപ് ടു. കറക്റ്റ് ആൻസർ വരുന്നത് ടേക്സ് ആഫ്റ്റർ ആണ്. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്ന് വെച്ചാൽ സദൃശ്യമാവുക, ചായ ഉണ്ടാവുക എന്നുള്ള ഒരർത്ഥമാണ്. ഓക്കെ, ഷെയറിങ് സിമിലാരിറ്റി വിത്ത് സംബഡി എന്ന് പറയാറുണ്ട് ടേക്സ് ആഫ്റ്റർ. അപ്പം ഈ ഫ്രേസൽ വേർബുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ പുട്ട്, കീപ്പ്, ടേക്സ്, ടേക്ക് പോലെയുള്ള വേർഡുകളുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഫ്രേസൽ വേർബ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കറക്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ സ്വതവേ ചോദിക്കാറുള്ളൂ കേട്ടിട്ട്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് ഫ്രേസൽ വേർബ് വരുന്ന ചില കാറ്റഗറീസ് ഉണ്ട്. പുട്ടുമായിട്ട് ചേർന്നിട്ടുള്ളത്, കീപ്പുമായി ചേർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ടേക്കുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ളത്. ക്ലിയർ? ഗെറ്റുമായിട്ട് ചേർന്നിട്ടുള്ളതും വരാറുണ്ട്. ഗെറ്റ് ഡൗൺ, ഗെറ്റ് അപ്പ് എന്നുള്ള ലെവൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. വാട്ട് ഡസ് ദ ഇഡിയം ബ്രേക്ക് ദ ഐസ് മീൻ? ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ബ്രേക്ക് ദ ഐസ് എന്ന ഈ ഇഡിയം എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. ഒരു സംഭാഷണം തുടങ്ങാം. വളരെ ഇങ്ങനെ സ്റ്റേഡി ആയിരിക്കുന്ന, ഭയങ്കരമായിട്ട് ഇങ്ങനെ മുറുകിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു സംഭാഷണത്തിനുള്ള സാധ്യത ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സംഭാഷണം തുടങ്ങുക എന്നുള്ള ഒരർത്ഥമാണോ? അതോ ടു ഫിസിക്കലി ബ്രേക്ക് സംതിങ്, എന്തെങ്കിലും പൊട്ടിക്കുന്നതാണോ അതിന്റെ മീനിങ്? ടു എൻഡ് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതാണോ അതിന്റെ മീനിങ്? ടു മേക്ക് സംവൺ ഫീൽ അൺകംഫർട്ടബിൾ, ആരെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് മാറ്റുന്നതാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ സോഷ്യൽ സെറ്റിംഗ്. ഒരു സംഭാഷണം തുടങ്ങുക എന്നുള്ള മീനിങ് ആണ് സാധാരണ ഫോറിൻ കൺട്രീസിലെ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞ ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. ഓക്കെ, so that's about question number 57. Let's move into the question number 58. Which of the following sentences is in the passive voice? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സെന്റൻസ് ആണ് പാസീവ് വോയിസ് ടോണിൽ ഉള്ളത്? ഓപ്ഷൻ എ, they completed the project well in time. Option B, the cake was baked by my sister. Option C, they will announce the result tomorrow. Option D, I am writing something important. ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിനെയും കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്ക് അറിയാം, ഈ പാസീവ് വോയിസിൽ എപ്പോഴും ഒരു ബൈ ഉണ്ടാവും. ബൈയുടെ ഒരു ഗ്ലിംസ് നമുക്ക് കാണാൻ പറ്റും. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ദ കേക്ക് വാസ് ബേക്ഡ് ബൈ മൈ സിസ്റ്റർ. ബൈ മൈ സിസ്റ്റർ. സോ ദാറ്റ്സ് ദ പാസീവ് വോയിസ്. ക്വസ്റ്റ്യൻ നമ്പർ 59. They dashed chess since this morning on end. ഇന്ന് രാവിലെ ഉടനീളം അവർ ചെസ് കളിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഉടനീളം അല്ലെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ അവര് ചെസ് കളിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പം they dashed chess since this morning on end. A, are playing. B, have played. C, have been playing. D, had been playing. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. രാവിലെ മുതൽ അവർ കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓൺ എൻഡ് എന്ന് പറഞ്ഞാൽ ഉടനീളം എന്നുള്ള ഒരു മീനിങ് ആണ്. ഉടനീളം, രാവിലെ ഉടനീളം അവർ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 60. The apple of one's eye means. Option A, the most tender part of the eye. Option B, very dear. Option C, a tearful eye. Option D, an eyesore. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന ഒരു ഇഡിയം എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വെരി ഡിയർ. വളരെ പ്രിയപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ ദ ആപ്പിൾ ഓഫ് വൺസ് ഐ, ആപ്പിൾ ഓഫ് ഹി ഈസ് ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറയുമ്പോൾ അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്നുള്ള മീനിങ് ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് വെരി ഡിയർ. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 59 ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് അവിടെ ഹാഡ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഹാവ് ബീൻ പ്ലേയിങ് ആണ്. ഓക്കെ, ഹാവ് പ്ലേയിഡും
അതുപോലെ തന്നെ ആർ പ്ലേയിങ് ഒരിക്കലും അവിടെ സ്യൂട്ടബിൾ ആവില്ല. നമുക്ക് എളുപ്പം ഒമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് അതൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 61. പിക്ക് ഔട്ട് ദ എക്സാക്ട് ആന്റോണിം ഓഫ് ഹാപ്പി. ഹാപ്പി എന്നുള്ള വാക്കിന്റെ ഒരു വിപരീത പദം, കറക്റ്റ് വിപരീത പദം ഇതിന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആന്റോണിം എന്ന് പറഞ്ഞാൽ വിപരീത പദമാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ പര്യായ പദമാണ്. രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്. ഓപ്ഷൻ എ ഹാപ്പി എന്നുള്ള വേർഡിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജോയ്ഫുൾ, ഒരിക്കലും ആവില്ല. ജോയ്ഫുൾ എന്നുള്ളത് ഹാപ്പി എന്നുള്ളതിന് സിനോണിം ആണ്. ബി എക്സൈറ്റഡ്, അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതേ അർത്ഥമാണ് എക്സൈറ്റഡ് ഉള്ളത്, ആവേശഭരിതനാവുക എന്നുള്ള മീനിങ് ആണ് അതിനുള്ളത്. സി സാഡ്, ഡി ചിയർഫുൾ. ഇവിടെ ഹാപ്പി എന്നുള്ളതിന്റെ നേരെ വിപരീത പദം വളരെ സിമ്പിൾ ആണ്, സാഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, സാഡ്. ബാക്കിയുള്ളതെല്ലാം ഹാപ്പി എന്നുള്ള വേർഡുമായിട്ട് സ്വരചേർച്ചയുള്ള മീനിങ് ഉള്ള വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 62. ചൂസ് ദ സിനോണിം ഫോർ ആംഗ്രി ഫ്രം ദ ഫോളോവിങ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്നും ആംഗ്രി, ദേഷ്യപ്പെടുക, ദേഷ്യം എന്നുള്ളതിന് ഒരു പര്യായ പദം സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്, ആന്റണിം അല്ല. മുകളിൽ ആന്റണിം ആയിരുന്നു. ഓപ്ഷൻ എ ഫ്യൂരിയസ്, ഓപ്ഷൻ ബി കാം, ഓപ്ഷൻ സി ഹാപ്പി, ഓപ്ഷൻ ഡി എക്സൈറ്റഡ്. സോ ദ ആൻസർ ഈസ് ഫ്യൂരിയസ് ആണ്. ഫ്യൂരിയസ് ആൾസോ മീൻസ് ആംഗ്രി. ഓക്കെ, ഫ്യൂരിയസിന്റെയും അർത്ഥം ദേഷ്യം എന്നുള്ള അർത്ഥമാണ്, ദേഷ്യപ്പെടുക, ദേഷ്യത്തിലാവുക എന്നുള്ളത്. ബാക്കിയുള്ളതൊന്നും അതിന്റെ സിനോണിംസ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 63. ഐഡന്റിഫൈ ദ ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രാമാറ്റിക്കലി നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് ചോദിക്കുന്നത്. കുറച്ചുകൂടി ഗ്രാമറിനെ ഫോളോ ചെയ്ത് അധിയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള സെന്റൻസ്. ഓപ്ഷൻ എ ഷീ സെഡ് മീ ദാറ്റ് ഷീ വിൽ കം ടു ദ പാർട്ടി. ഓപ്ഷൻ ബി ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വിൽ കം ടു ദ പാർട്ടി. ഓപ്ഷൻ സി she said me that she would come to the party. Option D she told me that she would come to the party. So the answer here is she told me that she will come to the party. അതാണ് ഏകദേശം കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ബാക്കിയുള്ളതിലെല്ലാം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നും, ചിലതിലൊക്കെ ഉണ്ട് താനും. പക്ഷെ ഇതുമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഡി ആണ്. ഇതും ഏറെക്കുറെ ഇതുമായിട്ട് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെന്റൻസ് തന്നെയാണ്. പക്ഷെ അതിന്റെ ടെൻസുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രയോഗം ഇത് തന്നെയാണ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വിൽ കം ടു ദ പാർട്ടി. പാർട്ടിയിലേക്ക് അവൾ വരുമെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന്. ഷീ വിൽ കം. വുഡ് ഉപയോഗിക്കുമ്പോൾ വരുമായിരിക്കും എന്നുള്ള മീനിങ്. വില്ലിൽ എപ്പോഴും ഒരു സെർട്ടനിറ്റി ഉണ്ട്, ഒരു നിശ്ചിതത്വം ഉണ്ട്, ഒരു നിശ്ചയമായിട്ട് അവൾ വരും എന്നുള്ള ഒരു പ്രയോഗത്തിനാണ് നമ്മൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുക. ക്ലിയർ. വുഡിൽ എപ്പോഴും ആ ഒരു അനിശ്ചിതത്വം ഉണ്ടാവും, വരുമായിരിക്കും. ഐ വുഡ് കിൽ യു, ഐ വിൽ കിൽ യു തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നിന്നെ കൊല്ലുമായിരിക്കുമെന്നും ഞാൻ നിന്നെ കൊല്ലുമെന്നാണ് രണ്ടിലും വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 64. ദ കപ്പിൾ ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഗോവ ഡാഷ് 5 years. അവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സിൻസ്, ഓപ്ഷൻ ബി ഫോർ, ഓപ്ഷൻ സി ഡ്യൂറിങ്, ഓപ്ഷൻ ഡി ഫ്രം. സോ ദ ആൻസർ ഹി ഈസ് ഫോർ ആണ്. ദ കപ്പിൾ ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഗോവ ഫോർ 5 years. 5 കൊല്ലത്തോളമായിട്ട് ദമ്പതികൾ ഗോവയിൽ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ 4 ആണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നോട്ട് ഇത് ഡ്യൂറിങ് ആയിട്ട് കൺഫ്യൂസിങ് ആവും കേട്ടോ. പക്ഷെ ഡ്യൂറിങ് അല്ല ഇവിടെ ആൻസർ വരിക, 4 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 65. ചൂസ് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വേർഡിനെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ അക്കോമഡേറ്റ്, ഓപ്ഷൻ ബി ഡെഫിനറ്റ്ലി, ഓപ്ഷൻ സി റിസീവ്, ഓപ്ഷൻ ഡി ഒക്കറൻസ്. ഹിയർ ദ ആൻസർ ഈസ് റിസീവ് ആണ്. റിസീവ് എന്നുള്ളതിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. ഈ ഐ വരുന്ന വാക്കുകൾ ഇപ്പോൾ പെർസീവ് ചെയ്യുക, റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ ബീയിങ് എന്നുള്ള വാക്ക്, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഈ ഐ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് ഇവരുടെ ഉദ്ദേശവും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്. റിസീവ് ആണ് ഇവിടെ റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്. കാരണം RECEIVE ആണ് ഇവിടെ സ്പെല്ലിംഗ് വരേണ്ടത്. ഇത് തെറ്റായ രൂപത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 66. The investigative report is dash good to be true. Option A 2, option B 2, option C so, option D does.
ഹിയർ ദ ആൻസർ ഈസ് ബി 2 എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ മീനിങ് കറക്റ്റ് കൺവേ ആയി കഴിഞ്ഞാൽ അത് 2 ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലിയർ. Question number 67. The boy told the teacher that he dashed all the assignments in time. Option A submitted, option B was submitted, option C has submitted, option D had submitted. ഇവിടെ ആൻസർ വരുന്നത് സബ്മിറ്റഡ് ആണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാം, ചിലപ്പോൾ അത് കൺഫ്യൂസിംഗ് ആണ്. The boy told the teacher that he submitted all the assignments in time. ടീച്ചറിനോട് ആ കുട്ടി പറഞ്ഞു കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ അസൈൻമെന്റുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് എന്നാണ് നമ്മളവിടെ പറയുന്നത്. താൻ കറക്റ്റ് സമയത്ത് എല്ലാ അസൈൻമെന്റുകളും വൃത്തിയായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുട്ടി ടീച്ചറോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സബ്മിറ്റഡ് വന്നിട്ട് കാര്യമില്ല. ഓപ്ഷൻ സി ആണ് വരിക, ഹാസ് സബ്മിറ്റഡ്. ദ ബോയ് ടോൾഡ് ദ ടീച്ചർ ദാറ്റ് ഹി ഹാസ് സബ്മിറ്റഡ് ഓൾ ദ അസൈൻമെന്റ്സ് ഇൻ ടൈം. കൃത്യസമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഉണ്ട്. ഹാസ് സബ്മിറ്റഡ് ആണ് വരിക, സബ്മിറ്റഡ് അല്ല. ഒരിക്കലും വാസ് സബ്മിറ്റഡ് എന്ന് വരില്ല, കാരണം ഇതിന്റെ ടെൻസുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. വാസ് സബ്മിറ്റഡും ഹാഡ് സബ്മിറ്റഡും രണ്ടും പാസ്റ്റിലേക്കാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റിനെയാണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത്. ഒരിക്കലും പാസ്റ്റ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമല്ല. Question number 68. Identify the error in this sentence. She is more smarter than her sister Rani. അവളുടെ സഹോദരിയായിട്ടുള്ള റാണിയേക്കാളും സ്മാർട്ടർ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓപ്ഷൻ എ, ഇതിൽ ഏതാണ് എറർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഷീ ഈസ് ആണ് ഇവിടെ എറർ വരിക. അല്ല, ഒരിക്കലുമല്ല. ഷീ ഈസിൽ ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ബി മോർ സ്മാർട്ടർ, ഓപ്ഷൻ സി ദാൻ ഹർ, ഓപ്ഷൻ ഡി സിസ്റ്റർ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മോർ സ്മാർട്ടർ ആണ്. ഒരിക്കലും രണ്ടാൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ വെച്ച് ചേർത്ത് എന്ത് ചെയ്യരുത്, പറയരുത്. അവിടെ സ്മാർട്ടർ എന്ന് പറഞ്ഞാൽ മതി, മോർ വേണം. 69. Question number. Which of the following sentences correctly shows an action continued in the past? അതായത് പാസ്റ്റില് കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ഷനെ കുറിക്കുന്ന സെന്റൻസുകൾ താഴത്തെ ഏതാണ് കറക്റ്റ് ആയിട്ട് സിഗ്നിഫൈ ചെയ്യുന്നത്? അതായത് പാസ്റ്റില് അത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് സിഗ്നിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യണം. അങ്ങനത്തെ സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ലേറ്റർ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിലേക്ക് പോകാം എന്നുള്ള അർത്ഥമാണ്. അത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള ഒരു മീനിങ് ഉണ്ടാവും? ഇല്ല. ഹി ഈറ്റ്സ് ഡിന്നർ അറ്റ് 7 AM എവറി നൈറ്റ്. എല്ലാ രാത്രിയും 7 മണിക്ക് അയാൾ ഡിന്നർ കഴിക്കും എന്നുള്ളത് അത് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഒരിക്കലും അത് പാസ്റ്റിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു മീനിങ് ഇല്ല. പാസ്റ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഷോസ് ആൻ ആക്ഷൻ കണ്ടിന്യൂഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്ന ഒരു ആക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ദേ ഹാവ് ഫിനിഷ് ദെയർ ഹോംവർക്ക്. അവരുടെ ഹോംവർക്ക് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി എന്താണ്, പ്രസന്റ് പെർഫെക്റ്റിൽ ടോണിലുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷീ വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾഡ് ഹർ. ഷീ വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾഡ് ഹർ. ഞാൻ അവളെ വിളിച്ച സമയത്ത് അവളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് പാസ്റ്റില് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ആക്ഷനെയാണ് കുറിക്കുന്നത്. ഷീ വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾഡ് ഹർ. ഓക്കെ, ഷീ വാസ് റീഡിങ്, വായിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം ഭൂതകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷനാണ്. ബാക്കിയുള്ളതൊന്നും ആഡ്ഫുൾ അല്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള സെന്റൻസുകളല്ല. ക്വസ്റ്റ്യൻ നമ്പർ 70, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി 4 പാർട്ട് 2 ഇംഗ്ലീഷിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് യൂസിങ് ഫോർമാറ്റീവ് അസസ്മെന്റ് ഡ്യൂറിങ് എ ലെസൺ ഈസ് ടു. അതായത് നമ്മളൊരു പാഠഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ഫോർമാറ്റീവ് അസസ്മെന്റ് ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്, അവരുടെ ഫീഡ്ബാക്ക് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആ പ്രോസസ്സാണ് ഫോർമാറ്റീവ് അസസ്മെന്റ്. ഓപ്ഷൻ എ, അസൈൻ ഫൈനൽ ഗ്രേഡ്സ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അവർക്ക് ഗ്രേഡുകൾ കൊടുക്കാനല്ലല്ലോ. അപ്പൊ ഇത് ഒമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്, ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി, ഗേർജ് സ്റ്റുഡന്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് മറ്റു ഓപ്ഷനിലൂടെ കടന്നു പോവാം. ഓപ്ഷൻ സി, പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റേഴ്സ്. ഡി, കവർ മോർ ടോപ്പിക്സ് ഇൻ ലെസ് ടൈം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം ഫോർമാറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആള്
മിക്കവാറും ഈ ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. കുട്ടികളുടെ അടുത്തുനിന്നും ഫീഡ്ബാക്ക് കിട്ടാനും കുട്ടികൾക്ക് എത്രത്തോളം ലെസൺ മനസ്സിലായെന്നും അറിയാനുള്ള ഒരു വേ ആണ് ഫോമാറ്റീവ് അസസ്മെന്റ് ലെസണിൽ പ്രയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ഈ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാളും ഈ പാർട്ട് 2 ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള വായന ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് കാറ്റഗറി 4 പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. താങ്ക് യു.